ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എഗ് സ്പഗറ്റിയാണ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം സ്പഗറ്റി വേവിക്കാനുള്ള വെള്ളം ചൂടാക്കാം. ഇതിലേക്കായി ഞാൻ എടുത്തിരിക്കുന്നത് സ്പഗറ്റി 500 ഗ്രാം, ബീൻസ് 10 എണ്ണം, സവാള 3 എണ്ണം, തക്കാളി 3 എണ്ണം, ക്യാരറ്റ് 2 എണ്ണം, ക്യാപ്സിക്കം 1, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, ഗരം മസാല 1.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, സോയാ സോസ് 2 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് സ്പഗറ്റി ഇതിലോട്ട് ആഡ് ചെയ്യാം. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റോളം വേവിക്കാം. ഈ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്യാം. ഇതിലോട്ട് സവാള ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ക്യാപ്സിക്കവും തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാനുള്ള മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇതിലേക്കായി ഞാൻ 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന സ്പഗറ്റി ഈ വെജിറ്റബിൾ മിക്സിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി സോയാ സോസും ടൊമാറ്റോ സോസും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്പഗറ്റി റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം.
വളരെ സ്വാദിഷ്ടമായ നമ്മുടെ എഗ് സ്പഗറ്റി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. വ്യത്യസ്തമായ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കണ്ടുമുട്ടാം. Until then, stay safe and take care.